നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പാസ്സായവർക്കും 10ാം ക്ലാസ് തോറ്റവർക്കും ITI കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മികച്ച ജോലി അവസരമാണെന്ന് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം അപ്രന്റീസ്ഷിപ്പ് കോഴ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ കമ്പനികളിൽ ഉൾപ്പെടെ ഒരുപാട് അവസരങ്ങൾ, റെയിൽവേയിലും ഒക്കെ അവസരങ്ങളുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിനായിട്ട് ഇപ്പോൾ കേരളത്തിലെ വിവിധ ITകളിൽ, ഗവൺമെൻറ് ITകളിൽ ഈ വർഷത്തെ പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആകെ 24,784 സീറ്റുകളാണ്. ഇതിലേക്ക് ജൂൺ 20 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ മുഴുവനായിട്ട് കാണുക. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കേരള സർക്കാരിന് കീഴിലുള്ള 108 സർക്കാർ ITകളുണ്ട്. അവിടെയാണ് ഈ പ്രവേശന അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതിൽ 78 ട്രേഡുകളിലായിട്ടാണ് ഈ 24,784 സീറ്റുകളുള്ളത്. അത് 2 വർഷ കോഴ്സുണ്ട്, 1 വർഷ കോഴ്സുണ്ട്, അതുപോലെ 6 മാസം ദൈർഘ്യമുള്ള കോഴ്സുകളുണ്ട്. അങ്ങനെ വിവിധ ട്രേഡുകളിലായിട്ട് വിവിധ കോഴ്സുകളുണ്ട്. അതിൽ ഇതിനെല്ലാം SCVTയുടെയും NCVTയുടെയും അംഗീകാരം ഉണ്ടെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതിൽ മെട്രിക് വിഭാഗങ്ങളിലേക്ക് 10ാം ക്ലാസ് ജയിച്ചവർക്കും നോൺ മെട്രിക് വിഭാഗത്തിലേക്ക് 10ാം ക്ലാസ് തോറ്റവർക്കും അപേക്ഷിക്കാൻ കഴിയുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് വിവിധ ട്രേഡുകളിലായിട്ടാണ് ഈ 24,784 സീറ്റുകളുള്ളത്. ഏറ്റവും പോപ്പുലറായിട്ടുള്ള നോൺ മെട്രിക് ട്രേഡ്സ് ആണ്. അതിൽ ഞാൻ പറയാം, വയർമാൻ 2 വർഷ കോഴ്സാണ്, 624 സീറ്റുകളുണ്ട്. ഡ്രസ് മേക്കിംഗ് 1 വർഷ കോഴ്സാണ്, 216 സീറ്റുകൾ. ഡ്രൈവർ കം മെക്കാനിക് 6 മാസ കോഴ്സാണ്, 192 സീറ്റുകളാണുള്ളത്. പെയിൻറ്റർ 2 വർഷ കോഴ്സാണ്, 120 സീറ്റുകളാണുള്ളത്. പ്ലംബർ 1 വർഷ കോഴ്സാണ്, 768 സീറ്റുകളാണുള്ളത്. ഷീറ്റ് മെറ്റൽ വർക്കർ 1 വർഷ കോഴ്സാണ്, 450 സീറ്റുകൾ. വെൽഡർ 1 വർഷ കോഴ്സാണ്, 2,680 സീറ്റുകളാണ്. വളരെയധികം ഡിമാൻഡുള്ള കോഴ്സാണ്. വുഡ് വർക്ക് ടെക്നീഷ്യൻ 1 വർഷ കോഴ്സാണ്, 672 സീറ്റ്. ഇത്രയാണ് നോൺ മെട്രിക്സിലെ പ്രധാനപ്പെട്ട ട്രേഡുകൾ എന്നുള്ളത്. നോൺ മെട്രിക് അല്ലെങ്കിൽ മെട്രിക് വിഭാഗത്താണെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആൻഡ് ഓപ്പറേറ്റിംഗ് അസിസ്റ്റന്റ്, DTP ഓപ്പറേറ്റർ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, സർവേയർ, അതേപോലെ ഇലക്ട്രോണിക് മെക്കാനിക്, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, മെഷീനിസ്റ്റ്, ടൂൾ ആൻഡ് ഐ മേക്കർ, അങ്ങനെയുള്ള വിവിധ കോഴ്സുകളാണ് മെട്രിക് വിഭാഗത്തിലുള്ളത്. മെട്രിക് വിഭാഗത്തിൽ 10ാം ക്ലാസ് പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും https:/itadmissions.kerala.gov.in, അതുപോലെ https:/det.kerala.gov.in സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റിൻ്റെ ഓരോ ITകളിൽ ഏതൊക്കെ ട്രേഡുകളാണുള്ളത്, എത്ര സീറ്റുകളാണ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, എല്ലാം ഞാനിവിടെ പറയുന്നില്ല. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസ് ഉണ്ട്, 100 രൂപയാണ് അപേക്ഷാ ഫീസ്. അപ്പോൾ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഫീസ് അടച്ചതിന് ശേഷം നേരിട്ട് ഗവൺമെൻറ് ITകളിലെത്തി വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെരിഫിക്കേഷൻ 2025 ജൂൺ 5 മുതൽ ജൂൺ 24 വരെയാണ് നടക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2025 ജൂൺ 20 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അതിനുശേഷം നേരിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ കൂടെ നടത്തുക. വെബ്സൈറ്റ് ഒന്നുകൂടെ ഞാൻ പറയാം, https:/itadmissions.kerala.gov.in, https:/det.kerala.gov.in. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.